മുട്ടുവേദന അല്ലെങ്കിൽ എല്ലിന് സാധാരണയായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ആയുർവേദ വൈദ്യം കൊണ്ടുള്ള ഗുണങ്ങൾ നമുക്ക് നോക്കാം. ഞരമ്പ്, രക്തം, മാംസം, കൊഴുപ്പ്, എല്ല്, മജ്ജ പോലുള്ള ഇങ്ങനെയുള്ള 7 ഘടനകളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കാരണമാണ് ഈ എല്ലുവേദനകൾ ഉണ്ടാവുന്നത്. മുഖ്യമായും ആയുർവേദത്തിൽ പറയുന്ന വാത, പിത്ത, കഫ ദോഷങ്ങൾ മുട്ടുവേദന, എല്ലുവേദന, വാതദോഷം കാരണവും ഉണ്ടാകുന്നു. ശരീരത്തിൽ ഏത് ഭാഗത്തുള്ള എല്ലായാലും ഈ വേദന ഉണ്ടാകുന്നു. ജീവിതശൈലി മൂലവും ഇതുണ്ടാവാം. ഭക്ഷണരീതി കാരണവും ഇതുണ്ടാകാം. എല്ലുകളിൽ ഈ വേദന അനുഭവിക്കും. എല്ലുകളിലുള്ള വേദനയ്ക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. അധിക നേരം ഇരിക്കുന്നത് മൂലവും നിൽക്കുന്നത് മൂലവും വേദന എല്ലുകളിൽ ഉണ്ടാകുന്നു. കുറച്ചു നേരം ഇടവേളകളിലായി വിശ്രമമെടുത്താൽ, കുറച്ചു നേരത്തേക്ക് ജോലികൾ നിർത്തിവെച്ചാൽ ഈ വേദന കുറച്ചു കുറച്ചായി അത് മാറും എന്ന് നമ്മൾ വിചാരിക്കുന്നു. എന്നാൽ ഇവയിൽ കൃത്യമായ ശ്രദ്ധ കൊടുക്കാത്തത് മൂലം വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് ഇത് കൊണ്ടെത്തിക്കുന്നു. എന്നാൽ എല്ലാ തരത്തിലും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ ഇതുപോലുള്ള മുട്ടുവേദന, എല്ലുവേദന തുടങ്ങിയ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാൻ സാധിക്കും. എല്ലിന് വേദന തോന്നിക്കുന്ന രീതിയിലുള്ള ജോലികൾ ഉപേക്ഷിച്ചാൽ മുട്ടുവേദന ഒഴിവാവുന്നതാണ്. വ്യായാമം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. വലിയ വലിയ ഭാരങ്ങൾ എടുക്കുന്നത് പോലുള്ള കഠിനമായ ജോലികൾ ചെയ്യുന്നതും ഈ എല്ലുകളിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് വേദന കൂടാൻ കാരണമാവുന്നു. ഇതും ഒരു കാരണമാണ്. എല്ലുകൾക്ക് വേദന കൊടുക്കുന്ന ജോലികൾ ഉപേക്ഷിച്ച് മുട്ടുകളെ ബലപ്പെടുത്തുന്ന യോഗാഭ്യാസം ചെയ്യേണ്ടി വരും. പടികൾ, കുത്തനെയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്നത് പോലുള്ള കഠിനമായ പ്രയത്നങ്ങൾ ചെയ്യുന്നത് മുട്ടുവേദന കൂട്ടുന്നതിന് ഒരു പ്രധാന കാരണമാണ്. എന്നാൽ ഇതുപോലുള്ള പ്രവൃത്തികൾ ഒഴിവാക്കേണ്ടതാണ്. കുറച്ച് നാളുകൾക്ക് തറയിലായി ചമ്രം പടിഞ്ഞിരിക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ മാറ്റമുണ്ടാവും. ചില ചെറിയ വ്യായാമങ്ങൾ ചെയ്യുന്നത് മൂലം മുട്ടുവേദനയിൽ നിന്ന് നമുക്ക് മുക്തി ലഭിക്കുന്നതാണ്. പുറം വേദന, മൂത്രസഞ്ചിയിൽ ഉണ്ടാകുന്ന കല്ല് പോലുള്ള രോഗങ്ങൾ, പിത്താശയത്തിലുണ്ടാകുന്ന ഇൻഫെക്ഷനുകൾ, ശരീരവേദന, അതുപോലെ അസ്ഥിക്ഷയം അല്ലെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ്, ഇങ്ങനെ പല പ്രശ്നങ്ങളിൽ മുട്ടുവേദന വളരെയധികം ഉണ്ടാകും. എന്നാൽ ഇതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് അറിയേണ്ടതാണ്. ചില സാഹചര്യങ്ങളിൽ ഇതൊന്നുമില്ലാതെ തന്നെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാലും ഇതുണ്ടാവാം. ശരീരഭാരം മൂലവും ഈ മുട്ടുവേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുറച്ചുനേരം വെറുതെ കിടന്നു കഴിഞ്ഞാൽ, തക്കതായ വിശ്രമം നൽകി കഴിഞ്ഞാൽ മുട്ടുവേദന കുറയുമെന്ന് പറയപ്പെടുന്നു നമ്മുടെ മുൻഗാമികൾ. ഇതും വളരെ നല്ല ഒരു പരിഹാരമാണ്. ഉറങ്ങുമ്പോൾ പോലും ചിലർക്ക് തീരെ വിശ്രമമില്ലാതെ ഉറങ്ങുന്നവരുണ്ട്. മറ്റു ചിലർക്ക് ചുമരോട് ചാരിക്കിടന്നുറങ്ങി ശീലമുള്ളവർ, അവർ ഒരേ ദിശയിൽ തന്നെ കിടന്നുറങ്ങാൻ ശീലിക്കേണ്ടതാണ്. കൂടാതെ നമ്മൾ കിടക്കുന്ന മെത്ത സോഫ്റ്റ് ആവേണ്ടത് അത്യാവശ്യമാണ്. കസേരയിൽ നിവർന്നിരിക്കുന്നത് ശീലമാക്കേണ്ടതാണ്. ഭൂരിഭാഗവും ചിലർക്ക് ഇതൊരു ശീലമല്ല. ഇത് മുട്ടുവേദനയ്ക്കുള്ള കാരണമാണ്. 3-4 ദിവസങ്ങൾ ഇടവേളകളിലായി ഈ ബുദ്ധിമുട്ടുകൾ കാണപ്പെട്ടാൽ ശരീരത്തിലുള്ള എല്ലുകളിൽ പ്രശ്നമുണ്ടെന്നാണ് ഇതിനർത്ഥം. കുനിഞ്ഞ് അധികം വെയിറ്റുകൾ എടുക്കുന്നത് പോലുള്ള ജോലികൾ ചെയ്യുന്നതും ഈ വേദന വരാൻ ഒരു കാരണമാണ്. ഭാരമുള്ള വസ്തുക്കളെ മുട്ടുകാലുകൾ വളച്ചുകൊണ്ട് കുനിഞ്ഞ് എടുക്കേണ്ടതാണ്. അധിക നേരം കുനിഞ്ഞു ജോലി ചെയ്യുന്നത് ഒഴിവാക്കണം.